നമസ്കാരം, റിയൽ ന്യൂസ്. കാലിക്കറ്റ് ഡിഫൻസ് ട്രസ്റ്റ് ആൻഡ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ പുൽവാമ ദിനാചരണം സംഘടിപ്പിച്ചു. ബൈക്ക് റാലി, അനുസ്മരണം, ദീപം തെളിയിക്കൽ തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു. ഉള്ളേരി പാലോറ സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി ബാലുശ്ശേരി പറമ്പിൻ മുകളിൽ സമാപിച്ചു. പരിപാടി ബാലുശ്ശേരി SI മുഹമ്മദ് പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. 150ഓളം സൈനികരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ 2019 ഫെബ്രുവരി 14 സൈനികരുടെ വാഹനവ്യൂഹത്തിന് ഉള്ളിലേക്ക് പാകിസ്ഥാൻ തീവ്രവാദികളുടെ മനുഷ്യബോംബ് ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ 40ഓളം CRPF സൈനികരുടെ പാവന സ്മരണയ്ക്ക് മുൻപിൽ കോഴിക്കോട് ജില്ലയിലെ സൈനിക കൂട്ടായ്മ കാലിക്കറ്റ് ഡിഫൻസ് ട്രസ്റ്റ് ആൻഡ് കെയർ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പുൽവാമ ആക്രമണത്തിൽ ജീവൻ ത്യജിച്ച വയനാട് ലക്കിടിയിലെ സൈനികൻ വസന്തകുമാറിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമായത്. വൈകിട്ട് 5 മണിക്ക് ഉള്ളേരി പാലോറ സ്റ്റോപ്പ് മുതൽ ബാലുശ്ശേരി പറമ്പിൻ മുകൾ വരെ 150ഓളം സൈനികരും കുടുംബാംഗങ്ങളും ഉൾപ്പെട്ട സായാഹ്ന ബൈക്ക് റാലി സംഘടിപ്പിച്ചു. അവർക്ക് അവരുടെ കുടുംബത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക, ഒരു തിരികാലത്തിന് തുടർന്ന് ബാലുശ്ശേരിയിലെ പറമ്പിന് മുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് അനുസ്മരണ സമ്മേളനം നടന്നു. ബാലുശ്ശേരി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് പുതുശ്ശേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളോട് ചോദിക്കുമ്പോൾ തന്നെ അതിന് ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് അത്തരം പ്രവർത്തികൾ മുന്നോട്ട് വരാൻ നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ, സമ്മിശ്ര വികാരം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെ 40 പേർ അവർ രക്തം ചിന്തിയ ഈ നാട്. എന്നാൽ ഇതിൽ സന്തോഷമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നിങ്ങളുടെ വരിസംഖ്യയിൽ നിന്നും നിങ്ങൾ നൽകിയ തുകയിൽ നിന്നുമുള്ള ആ പണം സ്വരുക്കൂട്ടിക്കൊണ്ട് നിങ്ങൾക്കൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടിയിരിക്കാൻ പോകുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലം നിങ്ങൾക്ക് സ്വന്തമായതിൻ്റെ സന്തോഷം നിങ്ങളുടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൈനികരും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചനയിൽ പങ്കാളികളായി. കാലിക്കറ്റ് ഡിഫൻസ് ഭാരവാഹി പ്രമോദ് ചിക്രോട് അധ്യക്ഷത വഹിച്ചു. ഫെബ്രുവരി 26 സമയം പുലർച്ചെ 3:45 ഇന്ത്യൻ എയർഫോഴ്സിന്റെ വെസ്റ്റേൺ കമാൻഡിന്റെയും സെൻട്രൽ കമാൻഡിന്റെയും പല എയർബേസുകളിൽ നിന്നും
ഫൈറ്റർ ജെറ്റുകൾ, അതിൽ സുഖോയ് ഉണ്ടായിരുന്നു, മിറാജ് ഉണ്ടായിരുന്നു, എല്ലാം ഒരേ സമയത്ത് ടേക്ക് ഓഫ് ചെയ്തു. പാകിസ്ഥാന്റെ എയർ ഡിഫൻസിന് പോലും മനസ്സിലായി ഇവരെങ്ങോട്ടാണ് ഹെഡ് ചെയ്യുന്നത്, എന്താണ് ഡയറക്ഷൻ, അവർക്ക് ആർക്കും മനസ്സിലായില്ല. ഹെഡിങ് ചെയ്തുകൊണ്ടിരുന്ന ഫുള്ള് ഗ്രൂപ്പിൽ നിന്നും ഒരു പറ്റം ഫൈറ്റേഴ്സ് നേരെ ഡൈവേഷൻ ചേഞ്ച് ചെയ്തു ബാലക്കോട്ടിലേക്ക്. 20 മിനിറ്റ് സമയം കൊണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ അവര് സുഖിച്ച് ജീവിച്ചിരുന്ന, ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന ആ ട്രെയിനിങ് ബേസ് നാമാവശേഷമായി. ഏകദേശം 350ഓളം ടെററിസ്റ്റുകൾ, അവരുടെ പരിശീലകന്മാർ എല്ലാം നാമാവശേഷമായി. നമ്മൾ പകരം വീട്ടി. സരീഷ് ചേവായൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണികണ്ഠൻ മുത്താമ്പി സ്വാഗതവും രവീന്ദ്രൻ കുളത്തൂർ നന്ദിയും പറഞ്ഞു. റാലിക്ക് സുരേഷ് പനങ്ങാട്, രതീഷ് കുമുള്ളി, ശിവകുമാർ വടകര, സരിൻ തിരുവോട്, സിനീഷ് ഉള്ളേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.